അർജുനെ കാണാതായിട്ട് 126 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. അർജുൻ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബാംഗങ്ങൾ മുഴുവൻ. ഇപ്പോൾ മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിൽ 40 അംഗ സൈന്യം സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രവർത്തനങ്ങളും തിരച്ചിലുമൊക്കെ പുരോഗമിക്കുകയാണ്. പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം ഒന്നടങ്കം. അർജുന്റെ രക്ഷാദൌത്യത്തിന് സൈന്യം എത്തിയിരിക്കുകയാണ്. രക്ഷാദൌത്യത്തിന് സൈന്യം എത്തി. മേജർ അഭിഷേകിന്റെ നേതൃത്വത്തിലുള്ള 40 അംഗ സൈന്യമാണ് ഷിരൂരിൽ എത്തിയത്. ബെൽഗാമിൽ നിന്ന് പുറപ്പെട്ട ആർമി സംഘമാണ് സ്ഥലത്തെത്തിയത്. രാവിലെ 11 മണിയോടെ എത്തുമെന്ന് അറിയിച്ചെങ്കിലും 3 മണിക്കൂർ വൈകിയാണ് സൈന്യം എത്തിയത്. അതേസമയം അപകടം നടന്ന 6-ാം നാൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ അപകടം നടന്ന സ്ഥലത്തെത്തി. മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് മുഖ്യമന്ത്രിയും സംഘവും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്യുമെന്നും കുടുംബം തകർന്നിരിക്കുകയാണെന്നും MP MK രാഘവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പുഴ കേന്ദ്രീകരിച്ചും തിരച്ചിൽ നടക്കുന്നുണ്ട്. അർജുന്റെ കുടുംബമാകെ തകർന്നിരിക്കുകയാണ്. ജനങ്ങൾക്ക് പ്രയാസവും ആശങ്കയുമുണ്ട്. അതിനാൽ നേരിട്ട് കാര്യങ്ങൾ വിലയിരുത്താനാണ് വന്നത്. സ്ഥലം MLA രാവിലെ വിളിച്ചിരുന്നു. നേരിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം 2-3 ദിവസമായി ഇവിടെയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനെയും വിളിച്ചിരുന്നു. ഇന്നലെ രാത്രി DK വിളിച്ച ഇന്ന് ആർമി വരുമെന്ന് അറിയിച്ചു. മുഖ്യമന്ത്രി ഇന്നെത്തും. സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ ടീമിനെ മുഖ്യമന്ത്രി നിയോഗിച്ചിട്ടുണ്ട്. കഴിയുന്ന വേഗം അർജുനെ കണ്ടെത്തുകയാണ് നമ്മുടെ ലക്ഷ്യമെന്നും MK രാഘവൻ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. അതേസമയം കർണാടക സർക്കാരിനെ ബന്ധപ്പെട്ടെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ ആവശ്യപ്പെട്ടെന്നും VD സതീശനും പറഞ്ഞു. രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാൻ കർണാടക സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാലാവസ്ഥ പ്രതികൂലമാണ്. അത് രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. കർണാടക സർക്കാരുമായി കോൺഗ്രസ് നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ട്. സാധിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെന്നും VD സതീശൻ പറയുന്നു. എന്തായാലും സൈന്യം എത്തിയതിൽ കുടുംബത്തിനും വലിയ പ്രതീക്ഷ തന്നെയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് തന്നെയാണ് 40 അംഗ സൈന്യം ഷിരൂരിൽ എത്തിയത്. ഇനി അർജുനെ കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബത്തിന്റെ നേരത്തെ മുതലുള്ള ആവശ്യം തന്നെയായിരുന്നു സൈന്യം എത്തണം എന്നുള്ളത്.